ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്ക് വരുന്ന സബ്സിഡി അവസാനിപ്പിക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉൽപ്പാദനത്തിനും വിൽപ്പനയ്ക്കും ഊർജ്ജം നൽകാൻ നടപ്പാക്കുന്ന ഫെയിം പദ്ധതി തുടരേണ്ടതില്ല എന്ന നിലപാടിലാണ് കേന്ദ്രം. നേരത്തെ ധനമന്ത്രാലയം പദ്ധതിയെ എതിർത്തിരുന്നെങ്കിലും മറ്റു വകുപ്പുകളുടെ ആവശ്യത്തെ തുടർന്ന് സബ്സിഡി മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. പദ്ധതി പ്രകാരം ഈ വർഷം ആദ്യം സർക്കാർ സബ്സിഡി നിരക്ക് കുറച്ചിരുന്നു. ഇത് ആദ്യഘട്ടത്തിൽ വിൽപ്പനയെ ബാധിച്ചിരുന്നുവെങ്കിലും വിപണിയിൽ വീണ്ടും സ്ഥിരത കൈവരിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. പരമ്പരാഗത ഇന്ധനങ്ങളിൽ നിന്ന് ആളുകൾ വൈദ്യുതി വാഹനങ്ങളിലേക്ക് സ്വാഭാവികമായി മാറുമെന്നാണ് അധികൃതരുടെ അഭിപ്രായം. വാങ്ങുമ്പോൾ ഉയർന്ന വില നൽകേണ്ടി വരുന്നുണ്ടെങ്കിലും പ്രവർത്തന പരിപാലന ചെലവ് കുറവുള്ളതിനാൽ ആളുകൾ വൈദ്യുതി വാഹനങ്ങൾ വാങ്ങിക്കുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടൽ. വരുന്ന മാർച്ചോടെയാണ് ഫെയിം 2 പദ്ധതി അവസാനിക്കുക. പദ്ധതി പ്രകാരം 10 ലക്ഷത്തോളം വാഹനങ്ങൾക്കാണ് സബ്സിഡി ആനുകൂല്യം ലഭിച്ചത്. ഇതിനായി 10,000 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരുന്നത്. ഖനവ്യവസായ മന്ത്രാലയം പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും മറ്റു വകുപ്പുകളുടെ ഭാഗത്തു നിന്ന് പിന്തുണ ലഭിച്ചിട്ടില്ല. അതേസമയം ഇലക്ട്രിക് വാഹന രംഗത്തെ മുൻനിരക്കാരായ ടെസ്ല പോലുള്ള വമ്പൻ ബ്രാൻഡുകളെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും അവർക്ക് അനുയോജ്യമായ പദ്ധതികൾ അവതരിപ്പിക്കാനും ഒരുങ്ങവെയാണ് സർക്കാർ സബ്സിഡി നിർത്തലാക്കുന്നത്. വാഹന നിർമ്മാണ കമ്പനികൾ പുതിയ മോഡലുകൾ അണിയറയിൽ ഒരുക്കുകയും ചാർജിംഗ് സ്റ്റേഷൻ പോലുള്ള സൗകര്യങ്ങൾ രാജ്യത്തുടനീളം വ്യാപിക്കുകയും ചെയ്യുന്നതിനിടെ സബ്സിഡി നിർത്തലാക്കാനുള്ള തീരുമാനം ഉപഭോക്താക്കൾക്കും കമ്പനികൾക്കും തിരിച്ചടിയാകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ബാറ്ററിയുടെ കിലോ വാട്ടിനനുസരിച്ചാണ് സബ്സിഡി കണക്കാക്കിയിരുന്നത്. ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്ക് ഓരോ കിലോ വാട്ടിനും 10,000 രൂപ വീതമാണ് സബ്സിഡി ലഭിച്ചിരുന്നത്. 2015 കേന്ദ്ര സർക്കാർ ഫെയിം പദ്ധതി കൊണ്ടുവരുന്നത്. 2019 ആരംഭിച്ച ഫെയിം പദ്ധതിയുടെ രണ്ടാം ഘട്ടം 2022 അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ പദ്ധതി 2024 മാർച്ച് വരെ നീട്ടുകയായിരുന്നു. രണ്ടാം ഘട്ടത്തിൽ കിലോ വാട്ടിന് 15,000 രൂപയായിരുന്നു ആദ്യം സബ്സിഡി നൽകിയിരുന്നത്. 2023 ജൂണിലാണ് ഇത് 10,000 രൂപയായി കുറച്ചത്. ഇന്ത്യയിൽ ഫാക്ടറി നിർമ്മിക്കാനുള്ള നീക്കവുമായി ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള പ്രമുഖ ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായ ടെസ്ല രംഗത്ത് വന്നിരുന്നു. വർഷത്തിൽ 5 ലക്ഷം ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കാനുള്ള ഫാക്ടറിക്കുള്ള സാധ്യതയാണ് കമ്പനി തേടുന്നത്. ചെലവ് കുറഞ്ഞ വാഹനങ്ങൾ നിർമ്മിക്കാനാണ് പദ്ധതി. കാറുകൾക്ക് രാജ്യത്ത് 20 ലക്ഷം രൂപ മുതലായിരിക്കും വിലയെന്നും റിപ്പോർട്ടുകളുണ്ട്. കുതിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് വാഹന വിപണിയിൽ BMW അടക്കം സാന്നിധ്യം അറിയിച്ചിരുന്നു. കമ്പനിയുടെ 3 EVകൾക്കും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. പുതിയ ഇലക്ട്രിക് വാഹനമായ AX1 യൂണിറ്റുകൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച ദിവസം തന്നെ വിറ്റുതീർന്നത് ഈ സ്വീകാര്യതയെ കൃത്യമായി കാണിക്കുന്നുണ്ട്. സെപ്റ്റംബർ 28 BMW ഇന്ത്യ iX1 EV XUV രാജ്യത്ത് അവതരിപ്പിച്ചത്. BMWന്റെ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഏറ്റവും കുറഞ്ഞ വിലയിലെത്തിയ വാഹനമാണിത്.